Hi everyone, welcome to my channel, Joss Moses Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അമരപ്പയർ. അമരപ്പയർ നമ്മുടെ നാടൻ രുചികളിലും പ്ലസ് അതിന്റെ കൂടെ ഒരു ആന്ധ്രയുടെ ഒരു ചെറിയ പൊടി അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇത് കിടിലൻ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ മറക്കല്ല കേട്ടോ. ഈ ഡിഷ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാട്ടോ. പൊരിയൽന്നോ, തോരന്നോ, മെഴുക്ക് വരട്ടിന്നോ. പക്ഷെ എല്ലായ്പ്പോഴും അതിനൊരു ചെറിയൊരു ടെസ്റ്റ് ഞാൻ കൊണ്ടുവരാറുണ്ട്. അതാണ് ഈ പൊടി. ഈ പൊടി ഇടുമ്പോഴാണ് അതിന്റെ ഒരു വേറെ ടേസ്റ്റിലേക്ക് കയറി വരുന്നത്. അപ്പൊ മറക്കല്ലേ. നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഞാരൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ. നമുക്ക് അമരപ്പയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര നൈസാവണ്ട. ഓക്കെ, വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ വെളുത്തുള്ളിനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ സബോളനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നൈസായിട്ട് കുറച്ചൊരു ഭാഷയിൽ നൈസായിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഉണക്കത്തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്കൊരു പൊടി കുക്ക് ചെയ്യണം. അതായത് പൊടി കുക്ക് ചെയ്യാനായിട്ടൊരു ചെറിയ പാൻ വെക്കാം. അതിലേക്ക് കപ്പലണ്ടി, നമ്മുടെ കടലപ്പരിപ്പ്, നമ്മുടെ ഉണക്കമുളക്, പിന്നെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രൈ കോക്കനട്ടാണ് കേട്ടോ. അത് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനെ നമ്മൾ വറുത്തരക്കുന്നതിൻ്റെ പോലെ ഇത് ബ്രൗൺ ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ഒന്ന് റോസ്റ്റ് ആയാൽ മതി. അപ്പൊ ഇത് ഒരുവിധം ഡ്രൈ റോസ്റ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിനി ഇത് തണുത്തിട്ട് വേണം കേട്ടോ ഇത് പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ പൊടി നന്നായിട്ട് തണുത്തുണ്ട് കേട്ടോ. നമുക്കിനി ഇത് പേസ്റ്റ് ചെയ്യാം. നമുക്കതേ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കണ്ടറിലേക്ക് മാറ്റാം കേട്ടോ. നമുക്കത് കവർ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നാളികേരം നമുക്കൊന്ന് പൗഡറായിട്ട് എടുക്കാം. എങ്ങനെ പൗഡറായിട്ട്
ഇതേപോലെ അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അമരപ്പയർ കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് അതിനെ കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ വെക്കാം കേട്ടോ. ഒരു മീഡിയം ഹീറ്റിൽ നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എനിക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉറുദാള്, മസ്റ്റർഡ് സീഡ്, ജീരകം, ഉലുവ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കളറ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് സവോള നന്നായിട്ട് മറക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറ് അധികം ഗോൾഡൻ ഒന്നും കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മതി. നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് കറിവേപ്പില നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വെളുത്തുള്ളി സവോളയുടെയും നമ്മുടെ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അമരക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ എല്ലാ സ്പൈസസും ഒന്ന് വരുമ്പോഴേക്കൊന്ന് പിടിപ്പിക്കാം കേട്ടോ. നമുക്കത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ അമരക്കായ അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്ക് ചേർക്കാൻ പോകും നമ്മുടെ മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കവർ ചെയ്ത് വീണ്ടും കുറച്ച് നേരത്തേക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഓ, ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈൻ ടച്ച് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ നമ്മുടെ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടി റെഡി ആയിട്ട് നമുക്ക് പൊടി ആഡ് ചെയ്യും. നമ്മൾ ആ പൊടിച്ച പൊടി അത് അങ്ങോട്ട് തൂളി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അമരപ്പയറ് ഡിപ്പൻ അമരപ്പയറ് റെഡി ആയി കിട്ടും. നമുക്ക് ഇതൊന്ന് കഴിച്ചല്ല തിന്നെ നോക്കണം. കാരണം ഇതിന്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ചൂടൻ ചോറുണ്ട് ഇവിടെ. ചൂടൻ ചോറിലിന്റെ ഉള്ളിലേക്ക് നമുക്ക് സൈഡിലേക്ക് ഇച്ചിരി നമ്മുടെ അമരപ്പയർ ഇടാം. എന്നിട്ട് ഒരു പെടുത്തങ്ങട് പിടിച്ചു നോക്കാം. ഓ, സ്മെല്ല് കിട്ടുവാണ്. നിങ്ങളിതൊന്നും ഉണ്ടാക്കി വയ്ക്കാണ്ടല്ലോ, നിങ്ങൾ ഇതിന്റെ ഫാനാവും. ഓക്കെ, ആ ചോറിലേക്ക് വരുമ്പോ ആ കളറൊക്കെ വ്യത്യാസപ്പെട്ട് തിന്നിട്ട് മതിയാവണല്ലേ. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? എങ്ങനെ ആസ്വദിച്ച് തിന്നണം. അങ്ങനെ
ആസ്വദിച്ചു. അപ്പൊ നിങ്ങളെന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അതേപോലെ പല പല ട്രിക്കുകളും റെസിപ്പികളും ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ബൈ.